Hi, welcome to PEPP. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ റിഗ്രഷൻ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്നെല്ലാം നോക്കി. ഇനി നമ്മൾ പറഞ്ഞു റിഗ്രഷൻ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ ബി എന്ന് പറയുന്ന രണ്ട് കോഎഫിഷ്യൻ്റ് നമ്മൾ ബി എക്സ് വൈയും ബിയും വൈ എക്സ് പറയുന്നുണ്ട്. സോ ഈ രണ്ട് റിഗ്രഷൻ അല്ലെങ്കിൽ ഈ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പ്രധാനമായിട്ടും 8 പ്രോപ്പർട്ടികളാണുള്ളത്. സോ 8 പ്രോപ്പർട്ടികളും ഓരോ പോയിന്റുകളായിട്ടുള്ളതാണുള്ളത്. അപ്പോൾ ആ പോയിന്റുകൾ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി എളുപ്പമാണ്. ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ബി വൈ എക്സും അതുപോലെ ബി എക്സ് വൈയും സെയിം വേവ് ലെങ്ത് ആണ് അല്ലെങ്കിൽ സെയിം വൈബാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഫ്രണ്ട്സിനെ പോലെയാണ്. അതായത് ബി വൈ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ബി എക്സ് വൈയും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ബി വൈ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ബി എക്സ് വൈയും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ ഇവർ സെയിം വൈബുള്ള ആൾക്കാരായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് സ്കെയിലിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുകയും ഒറിജിനിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നില്ല. അതായത് നമ്മളിപ്പം എക്സ് വൈയിലേക്ക് ഏതെങ്കിലും വേരിയബിൾസ് അല്ലെങ്കിൽ നമ്പർ കോൺസ്റ്റൻറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൽ വ്യത്യാസങ്ങൾ വരുന്നില്ല. മറിച്ച് നമ്മൾ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുകയാണെങ്കിൽ അവിടെ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. സോ ചേഞ്ച് ഉണ്ടാവുക അവിടെ സ്കെയിലിൽ എന്തെങ്കിലും ഷിഫ്റ്റ് നടക്കുമ്പോഴാണ്, അല്ലാതെ അവിടെ ഒറിജിനൽ എന്തെങ്കിലും ഷിഫ്റ്റ് നടക്കുമ്പം അവിടെ ഒരു റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി നമ്പർ 3, അതായത് ഇന്റർസെക്ഷൻ പോയിന്റ്. രണ്ട് റിഗ്രഷൻ ലൈൻസ്, അതായത് നമ്മളിപ്പം എക്സ് വൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. എപ്പോഴും നമ്മൾ എക്സ് വൈ തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ രണ്ട് റിഗ്രഷൻ ലൈൻസ് ഉണ്ട് വിചാരിക്കുക. ഈ റിഗ്രഷൻ ലൈന് നമുക്ക് തൽക്കാലം എക്സ് ഓൺ വൈ എന്നും ഇത് നമ്മൾ വൈ ഓൺ എക്സ് എന്നാണ് പറയുന്നത് വിചാരിക്കുക. സോ ഇവ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിനാണ് നമ്മൾ ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ്, ഇതാണ് നമ്മുടെ ഇന്റർസെക്ഷൻ പോയിന്റ്. ഈ പോയിന്റ് എപ്പോഴും എന്തായിരിക്കും, എക്സ് ബാർ കോമ വൈ ബാർ ആയിരിക്കും. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിന്റെ അരിത്തമെറ്റിക് മീനും വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈയുടെ അരിത്തമെറ്റിക് മീനുമാണ്. സോ ഇന്റർസെക്ഷൻ പോയിന്റ് എപ്പോഴും എക്സ് ബാർ കോമ വൈ ബാർ ആയിരിക്കും. അതുപോലെ തന്നെ ആ പോയിന്റ് ആയിരിക്കും എന്ത്, എക്സും വൈൻ്റെയും സൊല്യൂഷൻ. നമ്മളൊരു ലൈൻ്റെ ഒക്കെ നമ്മൾ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ലൈൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇന്റർസെക്ഷൻ പോയിന്റ് ആയിരിക്കും ഈ ഒരു ലൈൻ്റെ സൊല്യൂഷൻ ആയിട്ടും പറയുന്നത്. അപ്പം ഇന്റർസെക്ഷൻ പോയിന്റ് എക്സ് ബാർ കോമ വൈ ബാർ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി നമ്പർ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് ഈക്വൽ ടു ദ ജോമെട്രിക് മീൻ ഓഫ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എഴുതുകയാണ് ഇപ്പം 7ഉം 6ഉം രണ്ട് നമ്പേഴ്സാണ്. സോ ഇതിൻ്റെ ജോമെട്രിക് മീൻ ഞാൻ എങ്ങനെയാണ് കാണുക, ഇതിൻ്റെ ജോമെട്രിക് മീൻ ഞാൻ കാണുക എന്താ, 7 into 6 ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് മീൻ കാണുന്നത്. സോ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ സാധാരണയാണെങ്കിൽ 7, 6 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ ജോമെട്രിക് മീൻ കാണാൻ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് ചെയ്യുക. ഇവിടെ ആവുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, ഓക്കെ, ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് ഈക്വൽ ടു ദ ജോമെട്രിക് മീൻ ഓഫ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കാൾ പിയേഴ്സന്റെ R ഇസ് ഈക്വൽ ടു, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. നമ്മുടെ കാൾ പിയേഴ്സന്റെ R ആണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇസ് ഈക്വൽ ടു ജോമെട്രിക് മീൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓൺ ദ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. രണ്ട് സാധനങ്ങളുണ്ട് അല്ലേ നമുക്ക്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് ബി എക്സ് വൈ ഉണ്ട്, ബി വൈ എക്സും ഉണ്ട്. സോ R എന്ന് പറയുന്നത് ബി എക്സ് വൈയുടെയും ബി വൈ എക്സിൻ്റെയും ജോമെട്രിക് മീൻ ആയിരിക്കും. സോ ബി വൈ എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സിൻ്റെ റൂട്ടായിരിക്കും എന്ത്, നമ്മുടെ കാൾ പിയേഴ്സന്റെ R എന്ന് പറയുന്ന കോറിലേഷൻ കോഎഫിഷ്യന്റ്. സോ ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്താക്കാം, എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു കോൺസെപ്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അതായത് R സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിൻ്റെ റൂട്ടായിരിക്കും. അടുത്ത പ്രോപ്പർട്ടി നമ്പർ 5, ഒരു റിഗ്രഷൻ കോഎഫിഷ്യന്റ് 1നേക്കാൾ കൂടുതലാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും, 1നേക്കാൾ കുറവായിരിക്കും. ഈസി ആയിട്ടുള്ള സാധനമല്ലേ ഒരു റിഗ്രഷൻ. അതായത് ഇപ്പം ബി വൈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, 1നേക്കാൾ വലുതാണെങ്കിൽ ബി എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1നേക്കാൾ ചെറുതായിരിക്കും. സിമ്പിൾ സാധനം. ഇനി അടുത്തത് പ്രോപ്പർട്ടി നമ്പർ 6, വെൻ R is equal to -1 or +1. നമ്മൾക്കറിയാം R എന്ന് പറയുന്നത് R ന്റെ -1 to
+1 ആണ് ലിമിറ്റ് എന്ന് പറയുന്നത്. -1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനും +1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനും ആയിരിക്കും. ഓക്കെ, സോ R -1 +1 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പെർഫെക്റ്റ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ നടക്കുന്ന സമയത്ത് റിഗ്രഷൻ ലൈനിന്റെ 2 ലൈനും ഒന്നെങ്കിൽ ഐഡന്റിറ്റിക്കൽ ആവുകയോ അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുകയോ ചെയ്യും. ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇനിയുള്ള അടുത്ത 7ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ R = 0. R = 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നോ കോറിലേഷൻ, കോറിലേഷൻ ഇല്ല. അതാണ് R = 0. ആറിന് ബിയുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. R കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്, ബി ആണ് നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. സോ R 0 ആവുന്ന സമയത്ത് ഈ 2 റിഗ്രഷൻ ലൈൻസും എന്താവും? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. സോ R -1 +1 ആവുന്ന സമയത്ത് 2 റിഗ്രഷൻ ലൈൻസും ഐഡന്റിക്കലോ അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുകയോ ചെയ്യും. R 0 ആവുന്ന സമയത്ത് എന്താണ്? നമുക്ക് ഇവിടെ ഒരു 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആംഗിൾ ആണ് ഉണ്ടാവുന്നത്. ഇനി നമുക്കുള്ളത് പ്രോപ്പർട്ടി നമ്പർ 8. ഇവിടെ നമ്മൾ പറയുന്നത് അരിത്തമെറ്റിക് മീനിനെ പറ്റിയിട്ടാണ്. അരിത്തമെറ്റിക് മീൻ ഓഫ് ബോത്ത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്. അതായത് അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാണുക? നമ്മൾ നേരത്തെ ജോമെട്രിക് മീൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഇവിടെ അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാണുക? അപ്പം ഞാൻ 7, 8ൻ്റെ അരിത്തമെറ്റിക് മീൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 7 + 8 ഡിവൈഡഡ് ബൈ, ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 2 നമ്പേഴ്സ് ആണ്, ഡിവൈഡഡ് ബൈ 2 ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? അരിത്തമെറ്റിക് മീൻ ഓഫ് ബോത്ത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്. സോ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, അരിത്തമെറ്റിക് മീൻ ഓഫ് ബോത്ത് റിഗ്രഷൻ ആദ്യം നമ്മൾ 2 റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഏതൊക്കെയാണ്? BXYയും BYXും. ഇതിന്റെ അരിത്തമെറ്റിക് മീൻ, അതായത് ഇത് രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ എത്ര ഉണ്ട് ഇവിടെ? 2 അല്ലേ? ഇത് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്. R ആണ് നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ്. സോ ആറിനോട് ഈക്വലോ അല്ലെങ്കിൽ ആറിനെക്കാട്ടും ഗ്രേറ്ററോ ആയിരിക്കും എന്ത്? BXYയുടെയും BYXയുടെയും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇത്രയാണ് 8 പ്രോപ്പർട്ടികൾ വരുന്നത്. ഓക്കെ, നമ്മൾ ഈ 8 പ്രോപ്പർട്ടികളും, അതായത് റിഗ്രഷൻ പഠിക്കുന്ന സമയത്ത് ഈ 8 പ്രോപ്പർട്ടികളും ഓർത്ത് വയ്ക്കുക. നമുക്ക് ഈ കോൺസെപ്റ്റിനെ ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോമിലാക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഇക്വേഷൻ ഫോം പഠിച്ചു വെച്ചിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സാധനം പഠിച്ചിട്ട് ഇതിനെ നമ്മൾ ഒന്ന് ചുരുക്കി എഴുതാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾ 2 തരത്തിൽ എഴുതി വെക്കുക. അതായത് ഇത് നിങ്ങൾ കോൺസെപ്റ്റ് എഴുതി വെക്കുന്നതുകൊണ്ടും ഈ കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക് ആക്കാൻ പറ്റുമെന്ന് കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. സോ 2 തരത്തിലും എഴുതി വെക്കാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ ചുമ്മാ എഴുതി വെക്കുന്നത് കൊണ്ട് കാര്യമില്ല, ഇങ്ങനെ എഴുതി വെച്ചതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനും കൂടി ശ്രമിക്കുക. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. എക്സും വൈയും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫ്രം ദ ഡേറ്റ ഗിവൺ ബിലോ ഒബ്റ്റെയിൻ ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ മാത്രം കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എക്സും വൈയും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സും വൈയും y² xyയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് 1 2 3 4 5. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ സം ടോട്ടൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ സം ടോട്ടൽ കണ്ടുപിടിക്കാം. ഓരോന്നിൻ്റെയും സം ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, കാൽക്കുലേറ്ററിൽ 2 + 3 + 7 + 8 + 10. ഇവിടെ നമ്മൾ 30 കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ഓക്കെ 19 + 18 + 12 49 അല്ലേ? 19 അല്ല 19 തന്നെയല്ലേ? 50. ഓക്കെ 50. 19 + 19 + 12. അടുത്തത് 100. കാൽക്കുലേറ്ററിൽ 100ഉം 81ഉം 181 + 121 + 64 + 144 = ഇവിടെ നമുക്ക് 510 എന്ന് കിട്ടും. ഇനി അടുത്തത് XYയുടേത് നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ
20 plus 27 plus 77 plus 64 plus 120. നമ്മൾ 308 എന്നും കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എക്സ് ഓൺ വൈ. അപ്പോൾ നമ്മളിവിടെ എക്സ് സ്ക്വയർ നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. കാരണം നമ്മൾ എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി. എക്സ് ഓൺ വൈ ആണ്. അപ്പോൾ എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നാണ് ഇക്വേഷൻ വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ബി എക്സ് വൈ എന്താ നമ്മുടെ വരിക? ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ആദ്യം ബി എക്സ് വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ എൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 5 ഇവിടുത്തെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സോ 5 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യണം? സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ, എക്സ് വൈയുടെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 308 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സോ 30 ഇൻറ്റു 50. 30 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ നമുക്കിനി എന്ത് ചെയ്യണം? എൻ എന്ന് പറഞ്ഞാൽ 5 ആണെന്നറിയാം. എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ആണെന്ന് അറിയാം. പിന്നെ നമുക്ക് എന്താ കാണാനുള്ളത്? സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ, വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ ഈസ് ഈക്വൽ ടു 510 ആണ് മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. വൈൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 50. സോ 50യുടെ സ്ക്വയർ. ഇനി നമുക്കിത് കാൽക്കുലേറ്ററിലിട്ട് ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 308 ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ 5 ഇൻറ്റു 308 ഇസ് ഈക്വൽ ടു 1540. 1540 മൈനസ് 30 ഇൻറ്റു 50 നമുക്കറിയാം 1500 ആണ് മൈനസ് 5 ഇൻറ്റു 510 എത്രയാണ് നമുക്ക് നോക്കാം. 5 ഇൻറ്റു 510 ഇസ് ഈക്വൽ ടു 2550 മൈനസ് 50യുടെ സ്ക്വയർ എത്രയാ? 5ൻ്റെ സ്ക്വയർ 25. 0 2 വട്ടം വരും. ഓക്കെ, ഇനി നമുക്കിതിനെ മൈനസ് ചെയ്യാം. 1540 എന്ന് 1500 മൈനസ് ചെയ്താൽ 40 കിട്ടും. ഡിവൈഡഡ് ബൈ 2550 എന്ന് 2500 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 50 കിട്ടും. ഇത് നമ്മൾ 0 കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് 4/5 ചെയ്ത് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്ററിൽ നമ്മൾ 4 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 0.8 എന്ന് കിട്ടി. ഈക്വൽ ടു 0.8. ഓക്കെ, അപ്പോൾ നമുക്ക് ബി എക്സ് വൈ എത്രയാണെന്ന് കിട്ടി? ബി എക്സ് വൈ നമുക്ക് 0.8 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ഇതൊക്കെ ഒന്ന് വായിക്കുകയാണ്. ബി എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 0.8 ആണ് കിട്ടി. ഇവിടെ നമുക്ക് 30 ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് 50 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബി എക്സ് വൈ എത്രയാണെന്ന് കിട്ടി? ബി എക്സ് വൈ ഈക്വൽ ടു 0.8 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സാധനം ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? എക്സ് ബാർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എക്സ് ബാർ എത്രയാണ്? എക്സിൻ്റെ സം എത്രയാണ്? 30. 30 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 6. സോ എക്സ് ബാറിന് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സ് മൈനസ് എക്സ് ബാറിന് പകരം നമ്മൾ എന്താക്കുക? 6 എന്നിട്ട് കൊടുക്കുക. ഈസ് ഈക്വൽ ടു ബി എക്സ് വൈക്ക് പകരമായിട്ട് നമ്മൾ എന്നിട്ട് കൊടുക്കുക? 0.8 ഇട്ട് കൊടുക്കുക. വൈ മൈനസ് വൈ ബാർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക്? വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് 50 ആണ് ഉള്ളത്. 50 ഡിവൈഡഡ് ബൈ 5 ആണ് നമ്മളെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സോ 50/5 ഇസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ 6ഉം 10ഉം ആണ്. മൈനസ് 10 ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിന് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0.8 ഇൻറ്റു വൈ ചെയ്യുമ്പം 0.8y മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുക. 0.8 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ കിട്ടേണ്ടത്. കാരണം എക്സ് ഓൺ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എക്സ് ഓൺ വൈ കാണാൻ പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇക്വേഷൻ കിട്ടേണ്ടത്. സോ എക്സ് ഈക്വൽ ടു 0.8y മൈനസ് 8. ഈ -6 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? +6 ആയിട്ട് പോകും.
അപ്പോൾ എക്സ് ഈക്വൽ ടു 0.8y മൈനസ് 2. മൈനസ് വരാനുള്ള കാരണം എന്താണ്? -8 + 6 എന്നാണ്. മൈനസും പ്ലസും കൂടി എന്താവും? മൈനസ് ആവും. വലിയ നമ്പറിൻ്റെ ചിഹ്നമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സോ എക്സ് ഈക്വൽ ടു 0.8y മൈനസ് 2 എന്ന് പറയുന്നത് കിട്ടി. ഇനിയിപ്പോൾ നമ്മളോട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയുകയാണെങ്കിലോ, y 10 ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താക്കണം? 0.8 × 10 മൈനസ് 2 ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 0.8 × 10 എന്ന് പറഞ്ഞാൽ എത്ര വരും? 8 വരും. 8 - 2 6 എന്ന രീതിയിലേക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ y 10 ആവുന്ന സമയത്ത് എക്സ് 6 ആയിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. സോ നമ്മൾ ഇത്രയും ചെയ്ത വീഡിയോയിൽ നമ്മൾ ക്ലാസ്സിൽ റിഗ്രഷൻ എന്താണെന്ന് പറഞ്ഞു, റിഗ്രഷൻ്റെ ടൈപ്പുകളെ പറ്റി പറഞ്ഞു, റിഗ്രഷൻ ഇക്വേഷൻ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നതുകൊണ്ട്, നമ്മൾ XY എന്നൊക്കെ പറഞ്ഞ് വരയ്ക്കുന്നതുകൊണ്ട്, ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത്. സോ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ 2 ഇക്വേഷനെയും വളരെ ഡെപ്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻസ് നമ്മൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് പഠിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് മര്യാദയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ കറക്റ്റായിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ നിങ്ങൾ റിഗ്രഷൻ എന്ന ചാപ്റ്റർ ഈ ഒരു വീഡിയോ അനുസരിച്ച് കറക്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ മര്യാദയ്ക്ക് പഠിക്കുക. 8 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ ഏകദേശം ഇവിടെ കഴിയാണ്. ഓക്കെ, താങ്ക് യു.